തെരഞ്ഞെടുപ്പെടുത്താൽ ആശയങ്ങളും നയങ്ങളുമൊക്കെ പേരിന് മാത്രമാവും. എല്ലാത്തിനുമുപരി സ്റ്റാർ വാല്യൂ മുതലെടുക്കുന്ന രാഷ്ട്രീയ ശൈലിയാണ് വീണ്ടും ചർച്ചയാകുന്നത്. സംഘടനാ ശക്തിയേക്കാൾ സെലിബ്രിറ്റി മുഖങ്ങൾക്കാണ് പ്രാധാന്യമെന്ന തരത്തിൽ കേരളത്തിൽ വീണ്ടും താരവേട്ടയ്ക്കിറങ്ങിയിരിക്കുകയാണ് BJP. അതേസമയം പാർട്ടി മാറി മാറി വന്ന് അധികാരത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്ന ചില കോൺഗ്രസ് നേതാക്കളുടെ നിലപാടും പുതിയ രാഷ്ട്രീയ നാടകത്തിന് വേദിയാവുകയാണ്. ദേശീയതലത്തിൽ നടപ്പാക്കുന്ന പ്രമുഖരെ മത്സരിപ്പിക്കുക എന്ന പദ്ധതിയുടെ തുടർച്ചയായാണ് കേരളത്തിലും നീക്കം ശക്തമായത്. നടൻ ജയസൂര്യ, ഗായകൻ മധു ബാലകൃഷ്ണൻ, ശ്വേത മേനോൻ എന്നിവരെ BJP നേതൃത്വം സമീപിച്ചതായാണ് റിപ്പോർട്ടുകൾ. നേരിട്ടും ദൂതർ മുഖേനയും നടത്തിയ ചർച്ചകൾക്കൊടുവിൽ മിക്കവരും വിനീതമായി നോ പറഞ്ഞതായും വിവരമുണ്ട്. മുൻപ് BJP സ്ഥാനാർത്ഥിയായിരുന്ന മേജർ രവി വീണ്ടും രംഗത്തെത്തുമെന്ന സൂചനയുമുണ്ട്. എറണാകുളം ജില്ലയിലെ ഒരു സീറ്റിലോ അല്ലെങ്കിൽ ഒറ്റപ്പാലത്തോ മത്സരിക്കുന്നതാണ് അദ്ദേഹത്തിന് താല്പര്യമെന്നാണ് റിപ്പോർട്ട്. ബിഗ് ബോസ് താരം അഖിൽ മാരാർ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയാകുമെന്നും വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ അടുത്തിടെ കോൺഗ്രസിൽ നിന്ന് BJPയിലെത്തിയ R രശ്മി ഇവിടെ BJP സ്ഥാനാർത്ഥിയാവും. അതുകൊണ്ട് തന്നെ അഖിൽ മാരാറിനെ തൃക്കാക്കരയിൽ പരിഗണിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ഇതിനൊപ്പം 2020 നേതാവ് സാബു ജേക്കബ്, BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി എന്നിവരെയും കളത്തിലിറക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ചർച്ച നടത്തിയെന്നാണ് വിവരം. രാഷ്ട്രീയ ചർച്ചകൾ നയതന്ത്രവും വികസന അജണ്ടയുമായി മുന്നോട്ടു പോകേണ്ട സമയത്ത് സിനിമാ സെറ്റുകളിലേക്കും റിയാലിറ്റി ഷോകളിലേക്കും കണ്ണോടിക്കുന്ന രാഷ്ട്രീയ സമീപനം വിമർശനങ്ങൾക്ക് ഇടയാക്കുകയാണ്. ജനകീയ അടിത്തറ ദുർബലമാകുമ്പോൾ താരങ്ങളുടെ ജനപ്രീതിയിലൂടെ വോട്ട് സമാഹരിക്കാമെന്ന കണക്കുകൂട്ടലാണ് BJPയുടേത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. അതേസമയം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ചേക്കേറുന്ന നേതാക്കളുടെ എണ്ണം കൂടുന്നത് ഇരു പാർട്ടികളുടെയും ആശയവ്യത്യാസത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ഈ താരവേട്ടയും പാർട്ടി മാറ്റങ്ങളും ആശയ രാഷ്ട്രീയത്തിന്റെ ക്ഷയത്തെയും അവസരവാദ രാഷ്ട്രീയത്തിന്റെ വളർച്ചയും തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സെലിബ്രിറ്റി വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ പൊതുജനത്തിന് പേടിയാണ്. അത്രമാത്രം മതിപ്പാണ് വൻ ഹൈപ്പ് കൊടുത്ത് BJP കെട്ടിയിറക്കിയ സുരേഷ് ഗോപി ഉണ്ടാക്കി വെച്ചത്. കലുങ്ക് സദസ് വെച്ച് സാധാരണക്കാരെ പരസ്യമായി പരിഹസിച്ചതൊന്നും ജനങ്ങൾ മറന്നിട്ടില്ല. സിനിമയിൽ എഴുതി തരുന്ന മാസ് ഡയലോഗുകൾ പയറ്റുമ്പോൾ കൈയടിക്കുന്ന പ്രേക്ഷകർക്കും പല മുഖങ്ങളുണ്ട്. അവർക്ക് ഒരു നേതാവ് ജനപ്രിയനാവണമെങ്കിൽ അയാൾ അവരിൽ ഒരാളാവണം ആദ്യം.